തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847300120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. കൂട്ടായി പാലം ഗതാഗത നിരോധനം, പകരം സംവിധാനമൊരുക്കണം. UDF തിരൂർ കൂട്ടായി ലോ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ പേരിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി UDF. പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പും ശേഷവും സർവകക്ഷി യോഗത്തിൽ ഉദ്യോഗസ്ഥർ പകരം സംവിധാനമൊരുക്കുമെന്ന് നൽകിയ ഉറപ്പ് പാലിക്കാതെ കാൽനട യാത്രക്കാർക്ക് പോലും പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ പരിപൂർണമായും അടച്ചിടുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മംഗലം ഗ്രാമപഞ്ചായത്ത് നമുക്കെല്ലാം അറിയാം, പ്രകൃതിദത്തമായിട്ട് തന്നെ രണ്ട് ഭാഗമായിട്ട് നിലനിൽക്കുകയാണ്. തിരൂർ പൊന്നാനി പുഴയുടെ ഇരുകരകളിലുമായിട്ടാണ് മംഗലം ഗ്രാമപഞ്ചായത്ത് നിലനിൽക്കുന്നത്. 7 വാർഡുകൾ ഉൾക്കൊള്ളുന്ന മംഗലത്തിൻ്റെ തീരദേശ പ്രദേശമായ കൂട്ടായി പ്രദേശത്തെ ജനങ്ങൾക്ക് മംഗലവുമായി ആശ്രയിക്കാൻ കഴിയുന്ന, ഗതാഗതത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏക മാർഗം കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. എന്നാൽ വർഷങ്ങളായി കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഭീമുകൾക്ക് ഗുരുതരമായ തകരാറ് സംഭവിച്ച് പാലം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അടിയന്തരമായി ആ പാലം, പുതിയ പാലം നിർമ്മിക്കണം എന്ന ആവശ്യം ജനങ്ങളും മംഗലം ഗ്രാമപഞ്ചായത്തും ഐക്യജനാധിപത്യ മുന്നണിയും നിരന്തരമായി അധികാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളോടെല്ലാം മുഖം തിരിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ്റിനും കഴിഞ്ഞ 15 വർഷമായി ആ പ്രദേശത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ അവിടുത്തെ MLAയും നിലനിർത്തി പോരുന്ന സമീപനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേന്ദ്ര നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ആ റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്ന് ലോക്കം ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരുടെ ആളുകളും നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ പുതിയ പാലത്തിൻ്റെ പണിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക്കം ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്ന അവസരത്തിൽ ഈ പാലം ഗുരുതരമായ പ്രതിസന്ധിയിലായതുകൊണ്ട് ആ പാലത്തിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം ആദ്യമേ നിരോധിച്ചു. പിന്നീട് പടിപടിയായി ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും മാത്രം ഗതാഗത യോഗ്യമായ ഒരവസ്ഥയാണ് കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജിലുള്ളത്. നമുക്കറിയാം, ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം മംഗലം ഗ്രാമപഞ്ചായത്തിനെയും മംഗലം വില്ലേജ് ഓഫീസിനെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മറ്റു മേഖലകളെയും ബന്ധപ്പെടാൻ കഴിയുന്ന ഏക ഗതാഗത മാർഗം, അത് പ്രതിസന്ധിയിലായിട്ട് വർഷങ്ങളായിട്ടും അതിനൊരു പരിഹാരം കാണുന്നതിനൊരു പുതിയ പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു എന്ന് പറയുകയല്ലാതെ പ്രായോഗിക തലത്തിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഫലമായി ലോക്കം ബ്രിഡ്ജിൻ്റെ നിർമ്മാണം കൂടി ആരംഭിച്ചതോടുകൂടി എല്ലാ വാഹന ഗതാഗതവും നിരോധിക്കാൻ ഇക്കഴിഞ്ഞ 14-ാം തീയതി ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് മംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മംഗലം ഗ്രാമപഞ്ചായത്തിൽ നടന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും സ്ഥലം MLAയും പങ്കെടുത്ത സർവകക്ഷി യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാരും MLAമാരും അവിടുത്തെ ജനപ്രതിനിധികളുടെയും അവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ആവശ്യം പരിഗണിച്ച് ലോക്കം ബ്രിഡ്ജിൻ്റെ പണി പരിപൂർണമായും ആരംഭിക്കുന്നതിന് മുമ്പ് ഗതാഗതത്തിന് ഒരു ബദൽ സംവിധാനം ഞങ്ങൾ ഒരുക്കും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും നാൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നത്. മംഗലം അങ്ങാടിയിൽ ത്രിതല പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് പ്രതിനിധികളും UDFൻ്റെ നേതാക്കന്മാരും
ഒരു വലിയ പ്രതിഷേധ സംഗമം ജനങ്ങളെ ഈ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി മംഗലത്ത് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത ദിവസം ബുധനാഴ്ച ഇതിൻ്റെ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് പ്രതീകാത്മകമായി ഞങ്ങൾ മംഗലം ഗ്രാമപഞ്ചായത്തിൽ ഹർത്താൽ നടത്താൻ തീരുമാനിക്കുകയാണ്. ഹർത്താൽ പോലെയുള്ള സമരങ്ങളോട് എല്ലാ കാലത്തും ഹർത്താലൊക്കെ നടത്തി എല്ലാവരെയും വീട്ടിലിരുത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് ജനങ്ങളുടെ അടിയന്തിരമായ ഒരു ആവശ്യമാണ്. പകരം സംവിധാനമൊരുക്കാൻ നൽകിയ എസ്റ്റിമേറ്റ് പോലും സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഈ നടപടിയാണ് ശക്തമായ പ്രതിഷേധത്തിന് കാരണമായത്. നിലവിലെ പാലം തകർന്നിട്ടും പുനരുദ്ധാരണത്തിന് ഫണ്ട് പോലും അനുവദിച്ചിട്ടില്ല. ഇക്കാര്യങ്ങളിൽ MLAയുടെ നിലപാട് നിരുത്തരവാദവും അപലപനീയവുമാണ്. ബദൽ സംവിധാനമൊരുക്കുകയും നിലവിലെ പാലത്തിന്റെ പുനരുദ്ധാരണം അടിയന്തരമായി നടത്തുകയും ചെയ്യണമെന്ന് UDF ആവശ്യപ്പെട്ടു. തൊട്ടടുത്ത് തന്നെയുള്ള വാടിക്കൽ തൂക്കുപാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അതിനെയുള്ള യാത്രയും നിരോധിച്ചിട്ടുണ്ട്. വിവിധ ഓഫീസുകൾ, ഹോസ്പിറ്റലുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങൾ എല്ലാം ആശ്രയിക്കുന്ന ഇരുകരകളിലെയും ജനങ്ങൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് ഈ നടപടി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചൊവ്വാഴ്ച മംഗലമങ്ങാടിയിൽ ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും ബുധനാഴ്ച ഹർത്താലും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. UDF പഞ്ചായത്ത് കമ്മിറ്റി മംഗലം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. നസ്രുള്ള, മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP. കുഞ്ഞിട്ടി, മംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PP. സെയ്താലു, മംഗലം പഞ്ചായത്ത് UDF ചെയർമാൻ സലാം താണക്കാട്, മംഗലം പഞ്ചായത്ത് UDF കൺവീനർ CMT സീതി, മംഗലം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ചേന്നര എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ.